നമസ്കാരം. നവഗ്രഹ നക്ഷത്രഫലം 2025 ജൂലൈ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്രഫലം പ്രിയപ്പെട്ടവർക്ക് അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ വിസ്തരിച്ച് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ താല്പര്യപൂർവ്വം ഇത് കേൾക്കുക. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം 2025 ജൂലൈ മാസം 4-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് അനുകൂലമായൊരു ദിവസമാണ്. കുടുംബം, ധനം എന്നിവയിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം പ്രതീക്ഷിക്കാനൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കും. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്ഷിപ്രകോപം, മക്കളുമായിട്ട് കോപിക്കുവാനൊക്കെ ഇടയായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുവാനിടയുണ്ട്. തൊഴിൽപരമായിട്ട് വലിയ മെച്ചപ്പെട്ട സാഹചര്യമൊന്നും നിലവിലില്ല. രോഗം, ദുരിതം, കടബാധകളൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ഒരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ ദിവസമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹകരണമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടും വന്നു ചേരുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ഈ ജാതകർക്ക് ചിട്ടി, ഈ ലോണ്, ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഇവർക്ക് തൃപ്തികരമല്ല. മക്കളുടെ സ്ഥിതി തൃപ്തികരമല്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ശത്രുത, കടബാധകൾ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ആശ്വാസകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യം തുണയ്ക്കുന്നൊരു ദിവസമാണ്. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം മോശമായിരിക്കും. പിതാവ് മുഖേന കുടുംബത്തിൽ അസ്വസ്ഥയും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിനെ കൊണ്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എന്നാൽ വീട്, വസ്തുവാഹനമൊക്കെ വാങ്ങിക്കാനുള്ള ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ അത്ര നല്ലതല്ല. എങ്കിലും ധനം, കുടുംബം എന്നിവയിൽ മെച്ചപ്പെട്ട അനുഭവം പ്രതീക്ഷിക്കാം. ശാസ്ത്രമേഖലയിലുള്ളവർക്ക് ധനപരമായിട്ടുള്ള നേട്ടം, ശാസ്ത്രമേഖലയിൽ നിന്നും ധനപരമായിട്ടുള്ള നേട്ടം, അതുപോലെ തന്നെ ഗണിതം, കല, അങ്ങനെ ബന്ധുക്കൾ, പെൺമക്കൾ ഒക്കെ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് കുടുംബത്തിൻ്റെ സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ് ഈ നാളുകാർക്ക്. പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. എന്നാൽ പെൺമക്കൾക്ക് ശത്രുതയും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ജാതകർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല. പിതാവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ സ്ഥിതി അനുകൂലവും പിതാവിൻ്റെ സ്ഥിതി അല്പം മോശമായ സാഹചര്യത്തിൽ കൂടിയായിരിക്കും കടന്നു പോവുക. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മ അനുകൂലമായൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. ധനം, കുടുംബം എന്നിവയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല. 2-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഭാര്യയും ഭർത്താവ് വന്നു കഴിയാനോ അല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. മക്കളുടെ സ്ഥിതിയൊന്നും മെച്ചമല്ല. തൊഴിൽപരമായിട്ട് വലിയ മെച്ചപ്പെട്ട സേവനമൊന്നും അല്ലെങ്കിൽ നേട്ടമൊന്നും ഉണ്ടാകുന്ന സാഹചര്യമല്ല. കഴിഞ്ഞു പോകാം. സ്ഥിര ജോലിയുള്ളവർക്കൊക്കെ കഴിഞ്ഞു പോകാം. അല്ലാത്തവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധകളാൽ ഭാരപ്പെടുവാൻ സാധ്യത കാണുന്നു. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവരെ ഒരു പരിധി വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവരെ സഹായിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചിലർക്ക് ഭാഗ്യക്കേടുകളും വന്നു ചേരാം. ഭാഗ്യവും ഭാഗ്യക്കേടുകളുമായിട്ട് കർക്കിടകക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് പ്രതികൂലവും മാതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അത് ഭാഗ്യക്കേടുകളായിട്ട് തീരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. ഭാഗ്യം കൊണ്ട് പക്ഷെങ്കിൽ അത് ബന്ധുക്കൾ, ശത്രുക്കളായി അതൊക്കെ ഇല്ലാതായി പോകാനും സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതും കർക്കിടകക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്.
ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മേക്ക് അനുകൂലമായ ഒരു ദിവസമാണ്. ധനം, കുടുംബം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ബന്ധുക്കൾ, ശത്രുക്കളായ ബന്ധുക്കൾ മുഖേന നഷ്ടസാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കത്തില്ല. ചിങ്ങക്കൂറുകാർ 7-ൽ രാഹു നിൽക്കുന്നൊരു സമയമാണ്. രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ താല്പര്യം കാണിക്കുക. അതുപോലെ തന്നെ മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നൊരു സമയമാണ്. മാതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. ലാഭകരമായ അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ കൂടുതലായിട്ട് വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 7-ൽ രാഹു, 8-ൽ ശനി. അപ്പോൾ അതുകൊണ്ട് രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മേക്ക് അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും ശത്രുതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ, ബന്ധുക്കളുടെ അകൽച്ച, ഇഷ്ടകേടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കുടുംബം, ധനം എന്നിവയിൽ സംബന്ധിച്ചു നേട്ടങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമാണിപ്പോൾ. സ്ത്രീകൾ മുഖേനുള്ള ധനസഹായങ്ങളും ഭാഗ്യം കൊണ്ട് സ്ത്രീകൾ മുഖേനുള്ള സഹായമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായിരിക്കും വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. 7-ൽ ശനി നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകൾ ഭാരപ്പെടുവാനുള്ള സാഹചര്യം കാണുന്നു. സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ സ്ഥിതി മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ബന്ധുക്കൾ ശത്രുക്കളാകുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ അകൽച്ച, അപ്പോൾ അങ്ങനെയുള്ള വിഷയം കൊണ്ട് കടബാധകളും ശത്രുതകളും രോഗങ്ങളും ഒക്കെയാണ് ഇവർക്ക് കൂടുതൽ വന്നു ചേരുവാൻ സാധ്യത. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മേക്ക് അനുകൂലമായ ദിവസമാണ്. കുടുംബത്തിൻ്റെ ധനപരമായ സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. രോഗം, ശത്രുത, കടബാധകൾ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം പ്രതീക്ഷിക്കാം. ഈ ലാഭകരമായ അനുഭവങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവർക്കിപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. ജീവിതത്തിൽ ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കേട്ട നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ടെൻഷൻ അടിക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. വ്യക്തിപരമായി ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബം, ധനം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയൊന്നും വൃശ്ചികക്കൂറുകാർക്ക് അത്ര മെച്ചപ്പെട്ടൊരു സാഹചര്യമല്ല കാണിക്കുന്നത്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. മക്കളുടെ സ്ഥിതി മോശമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ടെൻഷനൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗം, ശത്രുത, കടബാധകളൊക്കെ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമല്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ സ്ഥിതിയൊന്നും മെച്ചപ്പെട്ടൊരു ദിവസമായിരിക്കുകയില്ല. നഷ്ടസാധ്യതകളാണ് കൂടുതൽ വന്നു ചേരുവാൻ സാധ്യത. കാര്യപരാജയമായിരിക്കും. ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നേടണമെന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് വെള്ളിയാഴ്ച ദിവസം ഈ ജാതകർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹത്തിന്മേക്ക് അനുകൂലമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ധനം, കുടുംബം എന്നിവയിൽ ഇവർക്കിപ്പോൾ കണ്ടകശനിയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ചിലർക്കൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ് എങ്കിലും ചിലർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളുടെ സ്ഥിതി അനുകൂലമാണ്. ഈ തൊഴിൽപരമായിട്ട് ഈ ജാതകർക്ക് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാപാരം, വ്യവസായ മേഖലയിലൊക്കെ ഉള്ളവർക്ക് നേട്ടമാണ്. അല്ലാത്തവർക്ക് ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. വ്യാപാരം ചെയ്യുന്നവർക്കും വ്യവസായം ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണെങ്കിലും അല്ലാതെ തൊഴിൽ മേഖലയെ സംബന്ധിച്ച് അല്പം ശത്രുതകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഇവരെ അലട്ടുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഭാഗ്യം ഈ നാളുകാരെ ഭാഗ്യക്കേടുകളും ഭാഗ്യാനുഭവങ്ങളുമാക്കി മാറ്റുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി ഈ ജാതകരെ സംബന്ധിച്ചോളം നേട്ടമാണ്. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചപ്പെട്ട ഒരു അനുഭവത്തെ കൊടുക്കുന്നില്ല. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കണ്ടകശനി അനുഭവിക്കുന്ന ഒരു സമയമാണ്. സൂക്ഷിക്കണം.
ലാഭനഷ്ട സാധ്യതകളൊക്കെ നോക്കുമ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഷ്ട സാധ്യതകളാണ് അല്പം മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ ധനത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ മെച്ചപ്പെട്ട അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും. ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും. മക്കളുടെ സ്ഥിതി, പെൺമക്കളുടെ സ്ഥിതി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രത്യേകത നിറഞ്ഞൊരു കാര്യമാണ്. പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. പെൺമക്കൾ മുഖേന കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായ ഒരു സാഹചര്യമാണ്. രോഗം, ശത്രുത, കടബാധ്യതകളെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുന്നൊരു സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി ഇവർക്ക് അനുകൂലമായ ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം. വാഹനാപകടത്തിന് വളരെയേറെ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. മകരക്കൂറുകാർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് രാഹു, കേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ മകരക്കൂറുകാർ താല്പര്യം കാണിക്കണം. 2-ൽ രാഹു നിൽക്കുന്നു, അത് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാക്കും. അപ്പോൾ 6-ൽ വ്യാഴം നിൽക്കുന്നു, അത് നല്ലതല്ല. അതുപോലെ തന്നെ 8-ൽ അഷ്ടമത്തിൽ കേതു നിൽക്കുന്നു, അത് നല്ലതല്ല. അപ്പോൾ രാഹു, കേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർ താല്പര്യം കാണിച്ചാൽ വളരെ നല്ലതായിരിക്കും. ഇനി അവരുടെ ജീവിതത്തിൽ മകരക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ഥിതി മോശമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. നഷ്ടസാധ്യതകൾ, ലാഭകരമായ അനുഭവങ്ങളൊന്നും കൂടുതലായിട്ട് അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സമയമല്ല. നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത് എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ സുഖസ്വസ്ഥ ദേഹന്മ ഏറെക്കുറെ തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. കുടുംബത്തിൻ്റെ സ്ഥിതി നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സ്ഥിതി തരക്കേടില്ലാത്ത അനുഭവത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. പിതാവിൻ്റെ സ്ഥിതി, പിതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഒരു പരിധിവരെ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. എങ്കിലും കുഴപ്പമില്ലാതെ തരക്കേടില്ലാതെ പോകുന്നൊരു കുടുംബ സാഹചര്യമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ധനപരമായിട്ടുള്ള നേട്ടവും കാര്യവിജയവും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഈ ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ 7-ൽ ചൊവ്വ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. മക്കളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രദുഃഖമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്ക് തൊഴിൽപരമായിട്ടുള്ള വലിയ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു നേട്ടം ഇല്ലെങ്കിലും തൊഴിൽപരമായിട്ട് മെച്ചപ്പെട്ട അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി ഈ ജാതകരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ രോഗം, ശത്രുത, കടബാധ്യതകൾ വലിയ പ്രശ്നങ്ങളൊക്കെ കാര്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയില്ലെങ്കിലും ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാഗ്യം തുണയ്ക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ, വാഹനം വാങ്ങിക്കാനൊക്കെ ഇവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ലാഭകരമായ അനുഭവങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ട് വന്നു ചേരുവാൻ സാധ്യത. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാലത്തുട്ടാതി, രേവതി നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ വ്യക്തിപരമായി ഇവർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത്. വെള്ളിയാഴ്ച ദിവസം കുടുംബത്തിൻ്റെ സ്ഥിതി, നിലസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മക്കളുടെ സ്ഥിതി അത്ര മെച്ചമല്ല. മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, മാതാവിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിന് ആരോഗ്യസ്ഥിതി മോശമാകാം, ആപത്തനർത്ഥങ്ങളൊക്കെ സംഭവിക്കാം. സൂക്ഷിക്കേണ്ട ദിവസമാണ്. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമാണ്. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭാഗ്യകരമായ അനുഭവങ്ങളെങ്കിലും തുണയ്ക്കുന്ന ഒരു ദിവസമായിരിക്കും. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി മോശമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങൾക്ക് ഇവർക്ക് നേട്ടം പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടം അല്ലെങ്കിൽ വലിയ ഒരു ഉയർച്ചയൊന്നും ഉണ്ടാകണമെന്നില്ലെങ്കിലും തൃപ്തികരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകും. ലാഭനഷ്ട സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നഷ്ടവും ലാഭവും ഒക്കെ ഇവർ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ നവഗ്രഹ നക്ഷത്ര ഫലമായി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.
നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.